ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നുണ്ടല്ലോ സൺഡേ ആണേ, ഔട്ടിങ്ങിന് പോവുക. ചേട്ടൻ മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ടിലെ. ഞങ്ങളോട് പറഞ്ഞില്ല, പെട്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞ്. അപ്പം ഞങ്ങൾക്കും ഒരു സന്തോഷം. പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പാവം വണ്ടി നിർത്തിയിട്ട് തുടച്ച് തരുവാണേ, ക്ലീനാക്കി തരുവാ. പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ, ഈ പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. രണ്ട് സൈഡും നന്ദി ഹിൽസിൽ പോകുന്ന വഴിയാണേ. എന്ത് ഭംഗിയാണെന്നറിയാമോ? ട്രാഫിക്കൊന്നും അധികം ഇല്ലായിരുന്നു. മരങ്ങളൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ആഹാ പറയാനില്ല. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇതാട്ടോ ഞങ്ങൾ പോകുന്ന സ്ഥലമേ. വണ്ടി ഇട്ടിട്ട് അങ്ങ് നടന്നങ്ങ് പോകണം. കുറച്ചൊന്നുമില്ല, ഒരു 2-3 സ്റ്റെപ്പ്. വൈൽഡ് വാലി എന്ന് പറയുന്ന സ്ഥലമാണേ. എല്ലാവർക്കും കളിക്കാനുള്ള ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചേട്ടായും കുട്ടൂസൊക്കെ ഭയങ്കര കളിയാണ്. ഞാനും ഭാവയും ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ. പിന്നെ സൂപ്പർ ഒരു പൂളുണ്ട് കേട്ടോ. ചെന്നപ്പം തൊട്ട് നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയുന്നുണ്ട് ചെറുത്. കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതിലേക്കൂടെയൊക്കെ കളിക്കാൻ പറഞ്ഞു വിട്ടേക്കായിരുന്നു ചേട്ടായി. അപ്പം എല്ലാത്തിലും അവന് കയറണം. പേടിയാ താനും, പക്ഷെ കയറുകയും ചെയ്യണം. അപ്പം വിചാരിച്ച് അവൻ്റെ ആഗ്രഹമല്ലേ, കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞ് ആക്കിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും വാവയ്ക്കും കയറണം. അപ്പം പിന്നെ വാവയും കയറട്ടെ എന്ന് വിചാരിച്ച് എല്ലാത്തിലും കയറാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം പിന്നെ നോക്കുമ്പോൾ ഉണ്ടേ ചേട്ടായും കയറുന്നു. എനിക്കൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ കാണുമ്പോൾ എനിക്ക് പേടിയാന്നേ. ഞാൻ താഴെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് കൈ വിറയ്ക്കും. പിന്നെ മക്കളാണ്, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും മനസ്സ് നിറയല്ലേ. അങ്ങനെ പിന്നെ അവരെല്ലാത്തിലും കളിക്കുന്നൊക്കെ കണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുവാണേ. ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു പറയത്തൊക്കെ ഇല്ലേലും എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഇങ്ങോട്ട് വരുന്ന വഴികളാണ് കാണാൻ ഇഷ്ടം. പിന്നെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല, കൊയ്റ്റ് എല്ലാവരും അവരുടേതായ തിരക്കുകളിലായിട്ട് ഇങ്ങനെ കളിച്ചും പിന്നെ വർത്താനം പറഞ്ഞും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ചെന്നപാടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നേ. ഒരു നല്ല കാലാവസ്ഥയും കൂടെ ആയിരുന്നു, വെയിലൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, എനിക്കങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ചേട്ടായും പിള്ളേരും കൂടെ പൂളിലിറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. എല്ലാത്തിലും ആഘോഷിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കാണാം പിന്നെ ആൾക്കാർ ഓരോരുത്തരായി വരാൻ തുടങ്ങി. അപ്പം കുറേ നേരം, ഒരു 1.5 മണിക്കൂർ അതിനകത്ത് കിടന്നു കളിച്ചു കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു. അന്നേരത്തേക്കും കുട്ടൂസും മാവയും സൈഡായി ഉറങ്ങാനായി. പിന്നെ ഞാനും ചേട്ടയും വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. ഓക്കെ, ബൈ.